ഹായ് എവരിവൺ, എല്ലാവർക്കും ക്ലൗഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ക്ലൗഡ് ഡിപ്ലോയ്മെന്റ്സ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്? ഫസ്റ്റ് വൺ പബ്ലിക് ക്ലൗഡ്, ദെൻ പ്രൈവറ്റ് ക്ലൗഡ്, ദെൻ ഹൈബ്രിഡ് ക്ലൗഡ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് എന്തൊക്കെയാണ് നോക്കാം. പബ്ലിക് ക്ലൗഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തേർഡ് പാർട്ടി ക്ലൗഡ് പ്രൊവൈഡേഴ്സ് അവരുടെ ഡാറ്റാ സെന്ററിലൂടെ കമ്പനികൾക്ക് വേണ്ടി എന്ത് സംഭവിക്കുക, കമ്പ്യൂട്ടിംഗ് റിസോഴ്സുകൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ലൈക്ക് ഒരു ക്ലൗഡ് പ്രൊവൈഡറാണ് നമ്മൾ എന്ത് അസ്യൂർ, അതേപോലെ തന്നെ പിന്നെ AWS, ഇവരൊക്കെ എന്താണ് ശരിക്ക് തേർഡ് പാർട്ടി ക്ലൗഡ് പ്രൊവൈഡറാണ്. ഇവര് നമ്മളെ കമ്പനികൾക്ക് വേണ്ടി അവരുടെ സ്റ്റോറേജ്, അതുപോലെ തന്നെ സെർവർ ഒക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് സർവീസുകളെല്ലാം എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക്? നമ്മളെ കമ്പനികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ കമ്പനികൾ എന്ത് ചെയ്താൽ മതി, അവരുടെ സെർവർ യൂസ് ചെയ്തതിനനുസരിച്ചുള്ള എന്ത് ചെയ്യും, ക്യാഷ് അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് കമ്പനികൾ എന്ത് ചെയ്യും, റെന്റിന് എന്ത് ചെയ്യും, ഈ അസ്യൂറിന്റെയോ അല്ലെങ്കിൽ AWSന്റെയോ ഡാറ്റാ സെന്റർ അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടിംഗ് സർവീസുകൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ റെന്റിന് മേടിക്കും. ഓക്കെ, അപ്പോ ഒരു കമ്പനിയുടെ കോൺസെപ്റ്റില് എന്ത് മതി, കമ്പനിക്ക് എന്തിന്റെ ആവശ്യമില്ല, ഒരു ഡാറ്റാ സെന്റർ സ്വന്തമായിട്ട് മേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കമ്പനികൾക്ക് നല്ലൊരു ഹെവി ഇന്റർനെറ്റ് കണക്ഷൻ മതി. ഇന്റർനെറ്റ് കണക്ഷൻ, നല്ല ബാൻഡ്വിഡ്ത്ത് ഉള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ മതി. നമ്മൾ എന്ത് സംഭവിക്കും, അപ്പൊ ഇന്റർനെറ്റ് കണക്ഷൻ മതി. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസർ വഴിയാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ആരെ കോണ്ടാക്ട് ചെയ്യുന്നത്, നമ്മുടെ തേർഡ് പാർട്ടി കമ്പനി കോണ്ടാക്ട് അല്ലെങ്കിൽ പബ്ലിക് ക്ലൗഡിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനികൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ട, ഒരു ഡാറ്റാ സെന്ററും മേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുക, അവരുടെ ഡാറ്റാ സെന്റർ അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടിംഗ് സർവീസ് നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസേഷൻ ചെയ്യുക. അപ്പൊ നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം എവിടെ ആയിരിക്കും, ഇവിടെ ക്ലൗഡ് പ്രൊവൈഡറിന്റെ കയ്യിലായിരിക്കും. അത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസേജിനനുസരിച്ച് എന്ത് ചെയ്യാം, ക്യാഷ് കൊടുത്താൽ മതി. ഇതാണ് എന്ത് പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺ സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ സ്വന്തമായിട്ട് ഒരു ഡാറ്റാ സെന്റർ മേക്ക് ചെയ്യുന്ന പ്രോസസ്സിങ്ങിനെ നമുക്ക് വിളിക്കാം പ്രൈവറ്റ് ക്ലൗഡ് എന്ന് വിളിക്കാം. അപ്പൊ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, അവിടുത്തെ അഡ്മിൻ അല്ലെങ്കിൽ ആരാണോ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അപ്പോൾ അവിടെ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, സെർവറുകൾ, സ്റ്റോറേജുകൾ, അതുപോലെ തന്നെ റാക്കുകൾ, അതുപോലെ തന്നെ പവർ സപ്ലൈ, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ നെറ്റ്വർക്കിംഗ്, ഇതെല്ലാം സ്വന്തമായിട്ട് ആ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്ററിനെ മാനേജ് ചെയ്യണം. അപ്പൊ ഈ പ്രൈവറ്റ് ക്ലൗഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പബ്ലിക് സൈഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് പബ്ലിക് യൂസേഴ്സിന് അലൗഡ് അല്ല ഏത് പ്രൈവറ്റ് ക്ലൗഡ്. അപ്പൊ പ്രൈവറ്റ് ക്ലൗഡ് ആരാണ് യൂസ് ചെയ്യുന്നത്, ആ കമ്പനിയുടെ യൂസേഴ്സ് ആണ് എന്ത് സംഭവിക്കുന്നത്, ആ കമ്പനിയുടെ യൂസറുകളാണ് എന്ത് സംഭവിക്കുന്നത്, ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, യൂസേഴ്സ് വെച്ചിട്ട് ഇവരാണ് എന്ത് സംഭവിക്കുക, ആക്സസ് ചെയ്യാം. അപ്പൊ ആ കമ്പനിയുടെ യൂസേഴ്സിന്റെ ഡാറ്റകളെല്ലാം ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു ഡാറ്റാ സെന്ററിലാവും, അവരുടെ ഡാറ്റാ സെന്ററിലായിരിക്കും. അതായത് ആ കമ്പനിയുടെ ഫുള്ളി ഇൻഫ്രാസ്ട്രക്ചറുകളും കമ്പ്യൂട്ടിംഗ് സർവീസുകളെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡാറ്റാ സെന്ററിലായിരിക്കും, പ്രൈവറ്റ് ക്ലൗഡ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കാം, പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഇതെല്ലാം സ്വന്തമായിട്ട് ആ കമ്പനിയുടെ അഡ്മിൻ അല്ലെങ്കിൽ ആ കമ്പനി ആരാണോ മാനേജ് ചെയ്യുന്നത് അവരെന്ത് ചെയ്യണം, ഇതെല്ലാം ബിൽഡ് ചെയ്യണം. അപ്പൊ അവിടുത്തെ ഒരു എന്ത് ചെയ്യും, ഡിമെറിറ്റ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യണം ഒന്ന്. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും, അതിന് സ്വന്തമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഫുള്ള് ബാക്കപ്പ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, അവിടുത്തെ എന്ത് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നല്ലൊരു ടെക്നോളജി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു IT അഡ്മിനിസ്ട്രേറ്റർ അതിന് മസ്റ്റായിട്ടും വേണം. ഇതാണ് പ്രൈവറ്റ് ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രൈവറ്റ് ക്ലൗഡ് നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഔട്ട് സൈഡ് മീൻസ് ISP ത്രൂ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റില്ല, പബ്ലിക് യൂസേഴ്സിന് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല.
ഓക്കെ, എന്നാൽ നമുക്ക് വേണേ എന്ത് ചെയ്യാം, ഇന്റർനെറ്റ് ത്രൂ എന്ത് സംഭവിക്കാം, ആ കമ്പനിയുടെ യൂസറിന്, അതാണ് സെലക്ടഡ് യൂസറിന് വേണേ എന്ത് സംഭവിക്കും, ഇന്റർനെറ്റ് ത്രൂ ആക്സസ് ചെയ്യാം. പക്ഷെ ആ യൂസർ എവിടെയായിരിക്കും, ആ കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന യൂസറിനായിരിക്കും. അത് നമുക്ക് എങ്ങനെ പറയാം, റിമോട്ട് ആക്സസ് VPN എന്ന കോൺസെപ്റ്റ്. ഇപ്പൊ എല്ലാവരും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സംഭവം. അപ്പൊ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, വീട്ടിലിരുന്നിട്ട് നമ്മൾ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുക. അപ്പൊ കമ്പനിയുടെ റിസോഴ്സുകൾ അയാൾ ആക്സസ് ചെയ്യുന്നത് എന്താണ്, ISP ത്രൂ ആണ്. ബട്ട് എന്താ സംഭവിക്കുക, ആ യൂസർ എവിടെ വർക്ക് ചെയ്യുന്നതാണ്, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും പബ്ലിക് യൂസറിനോ എന്ത് ചെയ്യാം അലോ ചെയ്യുന്ന മെത്തേഡ് അല്ല കേട്ടോ. അപ്പൊ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും പബ്ലിക് യൂസേഴ്സിന് അലൗഡ് അല്ല. ആ പ്രൈവറ്റ് ഫേമിനകത്തുള്ള അല്ലെങ്കിൽ ആ ഓൺ പ്രിമിസ് ആയിരിക്കുന്ന കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഓൺ സൈറ്റ് എന്ത് ചെയ്യുക, കമ്പനികളിലെ യൂസേഴ്സ് മാത്രമേ അവരുടെ റിസോഴ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റാ സെന്ററുകൾ, അവിടെ അതുപോലെ തന്നെ അവരുടെ കമ്പ്യൂട്ടിംഗ് സർവീസുകൾ, ഇതെല്ലാം എന്തായാലും സ്വന്തമായിട്ട് അവരുടെ എന്തായിരിക്കും ഡാറ്റാ സെന്ററിലായിരിക്കും കീപ്പ് ചെയ്യാന്ന് മനസ്സിലാക്കി ചെയ്യുക. ദെൻ അടുത്ത ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് മോസ്റ്റ് ടൈപ്പ് ഓഫ് എന്താണ് ഹൈബ്രിഡ് ക്ലൗഡ് ആണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഒരുവിധം എല്ലാ കമ്പനികളും ഏതാണ് യൂസ് ചെയ്യുന്നത്, ഹൈബ്രിഡ് ക്ലൗഡാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മോസ്റ്റ് കമ്പനികളെല്ലാം അല്ലെങ്കിൽ ഒരു കമ്പനികളൊക്കെ ഹൈബ്രിഡ് ക്ലൗഡ് യൂസ് ചെയ്യുന്ന കാരണം, അതായത് ഹൈബ്രിഡ് ക്ലൗഡ് ഉദ്ദേശിക്കുന്നത് ഹൈബ്രിഡ് ആണ്. വാട്ട് ഈസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്, പ്രൈവറ്റ് കോമ്പിനേഷൻ ഓഫ് അല്ലെങ്കിൽ കമ്പൈൻ കേട്ടോ, പ്രൈവറ്റ് പ്ലസ് പബ്ലിക്, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് ക്ലൗഡും അതുപോലെ തന്നെ പബ്ലിക് ക്ലൗഡും ടുഗദറായിട്ട് വർക്ക് ചെയ്യുന്ന ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുക, അല്ലെങ്കിൽ ക്ലൗഡിനാണ്, ക്ലൗഡ് പ്രൊവൈഡേഴ്സ് അല്ല, ക്ലൗഡിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു അഡ്വാൻറ്റേജ് എന്താണ്, നിങ്ങൾ കമ്പനിയിൽ ഒരു സെൻസിറ്റീവ് ഡാറ്റ ഉണ്ടെങ്കിൽ ആ സെൻസിറ്റീവ് ഡാറ്റ നമുക്ക് എവിടെ എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം, പ്രൈവറ്റ് ക്ലൗഡിലും. എന്നാൽ അത്ര സെൻസിറ്റീവ് അല്ലാത്ത ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമുക്ക് എവിടെ കീപ്പ് ചെയ്യാം, പബ്ലിക് ക്ലൗഡിലും കീപ്പ് ചെയ്യാം. അതിലുപരി നിങ്ങളുടെ കമ്പനി ഓൾറെഡി കമ്പനി എസ്റ്റാബ്ലിഷ് കമ്പനിയാണ്, എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡാറ്റാ സെന്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ സ്വന്തമായിട്ട് ഒരു ഡാറ്റാ സെന്റർ ഉണ്ടായിരിക്കും. ദെൻ ഈ ഡാറ്റാ സെന്റർ നമുക്ക് അവോയ്ഡ് ചെയ്യാതെ അല്ലെങ്കിൽ ആ ഡാറ്റാ സെന്റർ ഡികമ്മീഷൻ ചെയ്യാതെ ഒഴിവാക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഡാറ്റാ സെന്റർ അല്ലെങ്കിൽ പുതിയൊരു എന്ത് ചെയ്യാം ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സെർവറുകൾ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് സർവീസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മേക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് സംഭവിക്കും, ഈ പ്രൈവറ്റ് ക്ലൗഡും അതുപോലെ തന്നെ ഈ നമ്മളെ പബ്ലിക് ക്ലൗഡും തമ്മിൽ എന്ത് ചെയ്യാം, ടുഗദർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഏതുണ്ട്, ഹൈബ്രിഡ് ക്ലൗഡിനുണ്ട്. അല്ലാതെ നമ്മൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യും, ഇപ്പൊ പബ്ലിക് ക്ലൗഡ് വന്നതോടുകൂടി നമുക്ക് ഏത് അവോയ്ഡ് ചെയ്യേണ്ട, ഏത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, പ്രൈവറ്റ് ക്ലൗഡ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പ്രൈവറ്റ് ക്ലൗഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, പുതുതായിട്ട് അതിലെന്തും ആഡ് ചെയ്യേണ്ട, ഓക്കെ, ഒന്നുകിൽ ഇൻക്രിമെന്റൽ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, അതൊക്കെ നമുക്ക് എവിടെ ചെയ്യാം, നമ്മുടെ പബ്ലിക് ക്ലൗഡിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കമ്പനികൾക്ക് വേണ്ടി പുതുതായിട്ട് എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എന്ത് ചെയ്യാം, സ്റ്റോറേജ് ഫില്ലായെന്ന് വിചാരിക്കുക, പ്രൈവറ്റ് ക്ലൗഡിന്റെ സ്റ്റോറേജ് എന്ത് ചെയ്യും, ഫിനിഷ് ആയെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് ക്ലൗഡിൽ എന്ത് ചെയ്യാം, സ്റ്റോറേജ് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം, ഇവർ തമ്മിൽ എന്ത് ചെയ്യാം, അങ്ങോട്ട് എന്ത് ചെയ്യാം, മറ്റേ ഫയലുകൾ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഡാറ്റകൾ ഷെയർ ചെയ്യാം, ഡാറ്റകൾ അക്കോമഡേറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കമ്പനീസിൽ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഈ മെത്തേഡ് ആയിരിക്കും. ബിസിനസ് പർപ്പസിന് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസേഷൻ ചെയ്ത് മെത്തേഡ് ഹൈബ്രിഡ് ക്ലൗഡ് ആയിരിക്കും. എന്നാൽ പുതുതായിട്ടൊരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം, അവർക്ക് തീരുമാനിക്കാം പ്രൈവറ്റ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യണോ അതിനെ പബ്ലിക് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യണോ എന്ന് അവർക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് എസ്റ്റാബ്ലിഷ് കമ്പനികൾക്ക് യൂസ് ചെയ്യുന്നത് എന്ത് പബ്ലിക് ക്ലൗഡ് ആയിരിക്കും മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നോട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഇതിന്റെ ഡെഫിനിഷൻ എന്താ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാതെ മനസ്സിലാക്കാൻ പറ്റും. Okay, public cloud. Public cloud are owned and operated by a third-party cloud services provider. Okay, അപ്പോൾ third-party cloud service provider ആണ് public cloudനെ കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. Which deliver their computing resource like service and storage over the internet. Okay, അവരെന്ത് ഡിസ്ട്രിബ്യൂട്ട് എങ്ങനെയാണ്, ഇന്റർനെറ്റിലൂടെ എന്ത് സംഭവിക്കും, അവരുടെ റിസോഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
Microsoft Azure is an example of cloud, a public cloud. പബ്ലിക് ക്ലൗഡിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതിനെ കൺസിഡർ ചെയ്യാം? അസ്യൂറിനെ കൺസിഡർ ചെയ്യാം. അസ്യൂർ മാത്രമല്ല AWS വരും, ഗൂഗിൾ ക്ലൗഡ് എല്ലാം വരും കേട്ടോ. വിത്ത് എ പബ്ലിക് ക്ലൗഡ്, all hardware, software and other supporting infrastructure is owned and managed by the cloud provider. അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലാ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം ആരാണ് മാനേജ് ചെയ്യാം? ക്ലൗഡ് പ്രൊവൈഡർ മാനേജ് ചെയ്യാം. അതായത് എന്ത് ചെയ്യണം? കമ്പനികളൊന്നും മാനേജ് ചെയ്യണം. കമ്പനി അവരുടെ എന്ത് ചെയ്യാം? റിസോഴ്സുകൾ എന്ത് ചെയ്യാൻ ആക്സസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? അതുപോലെ തന്നെ റെന്റിന് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, വേറെ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യേണ്ട അറിയേണ്ട ആവശ്യമില്ല. അതാണ് പബ്ലിക് ക്ലൗഡ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനികൾക്ക് എന്ത് മതി? ബ്രൗസർ മതി, വെബ് ബ്രൗസർ മതി. ഓക്കെ, അത് ഇന്റർ എക്സ്പ്ലോറർ ആവും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫയർഫോക്സ് ആവും. ഏതെങ്കിലും ബ്രൗസർ യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുക? നമുക്ക് ആരെ കോൺടാക്ട് ചെയ്യാം? പബ്ലിക് ക്ലൗഡിനെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷനും ഒരു വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? കമ്പനികൾക്ക് ആരെ കോൺടാക്ട് ചെയ്യാം? പബ്ലിക് ക്ലൗഡ് ഇതിനെ ആക്സസ് ചെയ്തിട്ട് അവരുടെ റിസോഴ്സുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂട്ടിലൈസേഷൻ ചെയ്യാം. ഇതാണ് എന്ത്? പബ്ലിക് ക്ലൗഡ്. ഓക്കെ, the next, private cloud. A private cloud refers to cloud computing resources used exclusively by a single business or organization. Or exclusively by a single business or organization ഉദ്ദേശിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്താ സംഭവിക്കുക? ഇതൊരു സിംഗിൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഓൺ സൈറ്റ്, അപ്പോൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്? ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുക? മേക്ക് ചെയ്യുന്ന ക്ലൗഡിനെ വിളിക്കുന്നത് പ്രൈവറ്റ് ക്ലൗഡ്. ഓക്കെ, ബൈ എ സിംഗിൾ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ കേട്ടോ, അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ആ കമ്പനി സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡാറ്റാ സെന്റർ മേക്ക് ചെയ്യണം. അങ്ങനെ സ്വന്തമായിട്ട് ആ കമ്പനി ഡാറ്റാ സെന്റർ മേക്ക് ചെയ്യുക, അതിന് എന്ത് വിളിക്കുക? പ്രൈവറ്റ് ക്ലൗഡ് എന്ന് വിളിക്കുക കേട്ടോ. A private cloud can be physically located on the company's on-site data center. Physically located on the company's, okay, on-site data center. നമ്മൾ ആ on-site data center എവിടെയാണ്? ഫിസിക്കലി എന്ത് ചെയ്യും? ഒരു കമ്പനി ലൊക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ ഓരോ കമ്പനിയുടെ അണ്ടറിൽ ഏതുണ്ടായിരിക്കും? പബ്ലിക് ക്ലൗഡിന്റെ വരുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു സംഭവിക്കുക? ആ കമ്പനിയുടെ ആ കമ്പനിയിൽ എന്ത് ചെയ്യും? ഒരു ഡെഡിക്കേറ്റ് റൂം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് എന്ത് ചെയ്യും? ഡാറ്റാ സെന്റർ റൂം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും? ഹെവി കൂളിംഗ് അതുപോലെ തന്നെ പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം മേക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെ നിലവിൽ പബ്ലിക് ക്ലൗഡിന് മുമ്പ് എന്ത് ചെയ്യാം? എല്ലാ കമ്പനിയും യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ചില കമ്പനികൾ എന്ത് പറയുന്നുണ്ട് ഇവിടെ? സം കമ്പനീസ് ആൾസോ പേ തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡർ ടു ഹോസ്റ്റ് ദെയർ പ്രൈവറ്റ് ക്ലൗഡ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തില്ല? സ്പേസ് ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡാറ്റാ സെന്റർ എന്ത് ചെയ്യാം? കീപ്പ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡാറ്റാ സെന്റർ നമ്മൾ പർച്ചേസ് ചെയ്തതിനു ശേഷം വേറെ കമ്പനികളിൽ എന്ത് സംഭവിക്കുക? അത് ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവരെന്തൊക്കെ തരും? ആ ഹോസ്റ്റ് ചെയ്യുന്ന കമ്പനി എന്തൊക്കെ തരും? പവർ സപ്ലൈ തരും, കൂളിംഗ് സിസ്റ്റങ്ങൾ തരും, എല്ലാം തരും. പക്ഷെ നമ്മുടെ ഡാറ്റാ സെന്റർ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാം? അവർക്ക് കൊടുത്തേക്കണം. ഓക്കെ, ചില ഫോർ എക്സാമ്പിൾ നമ്മൾ മറ്റേ അബ്രോഡിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരുപാട് സംഭവം ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് സംഭവിക്കും? ഇതേപോലെ എന്ത് സംഭവിക്കും? കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്പേസ് കൊടുക്കും, ഏരിയ കൊടുക്കും, പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം കൊടുക്കും. ഡാറ്റാ സെന്റർ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അങ്ങനെ എന്ത് ചെയ്യാം? പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ബട്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ത് സംഭവിക്കുക? ഇത് പ്രൈവറ്റ് ക്ലൗഡ് തന്നെയാണ്. അത് ആക്സസ് ചെയ്യുന്നത് എന്തായിരിക്കണം? ആ പ്രൈവറ്റ് ക്ലൗഡിലെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ യൂസേഴ്സ് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു പബ്ലിക് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ചില കമ്പനികൾ അങ്ങനെയും എന്ത് ചെയ്യാം? യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. സം കമ്പനീസ് ആൾസോ പേ തേർഡ് പാർട്ടി സർവീസസ് പ്രൊവൈഡേഴ്സ് ടു ഹോസ്റ്റ് ദെയർ പ്രൈവറ്റ് ക്ലൗഡ്. A private cloud is one in which the services and infrastructure are maintained on a private network. Okay, അപ്പോൾ ആ പ്രൈവറ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ കമ്പനി തന്നെ സ്വന്തമായിട്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് മനസ്സിലാക്കി ചെയ്യുക. The next, hybrid cloud. Hybrid cloud combine public and private clouds bound together by technology that allows data and applications to be shared between them. By allowing data and applications to move between private and public cloud, hybrid cloud give business greater flexibility and more deployment options. അതാണ് ഹൈബ്രിഡ് ക്ലൗഡിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈബ്രിഡ് ക്ലൗഡിന്റെ ശരിക്കുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
പ്രൈവറ്റ് പ്ലസ് പബ്ലിക്. ഓക്കെ, അപ്പോ അതുകൊണ്ടുള്ള സംഭവം എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിരിക്കുന്ന ഇൻഫോർമേഷൻ നമുക്ക് പ്രൈവറ്റിൽ കീപ്പ് ചെയ്യാം, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം പബ്ലിക് ത്രൂ എന്ത് ചെയ്യാം അവരുടെ പബ്ലിക്കിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഞാൻ പറയുന്ന സെൻസിറ്റീവ് ഡാറ്റകളൊക്കെ പബ്ലിക്കിലും നമുക്ക് കീപ്പ് ചെയ്യാം. ഇത് നമ്മൾ എന്ത് ചെയ്യാം ടുഗദർ വർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം നമ്മുടെ സ്കേലബിലിറ്റി ഇൻക്രീസ് ചെയ്യാം, സ്കെയിൽ നമുക്ക് ഒന്നുകൂടി എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് ക്ലൗഡിന്റെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഡാറ്റ സെന്റർ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പാൻഷൻ ചെയ്യാതെ തന്നെ എന്ത് സംഭവിക്കാം പബ്ലിക് ക്ലൗഡിലേക്ക് വേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് വീണ്ടും എക്സ്പാൻഷൻ ചെയ്യാം. എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പ്രൈവറ്റ് ക്ലൗഡ് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ക്ലൗഡും അതുപോലെ തന്നെ പബ്ലിക് ക്ലൗഡും തമ്മിൽ എന്ത് ചെയ്യാം ടുഗദർ വർക്ക് ചെയ്യും. അപ്പൊ ഇവരുടെ സ്റ്റോറേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷനിൽ എന്ത് സംഭവിക്കുക നമുക്ക് എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ തമ്മിൽ ടുഗദറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പർപ്പസ് ആണെങ്കിൽ അവിടെ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്, ബിസിനസ് ഗ്രേറ്റ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് മോർ ഡിപ്ലോയ്മെന്റ് ഓപ്ഷൻ, അതാണ് ഹൈബ്രിഡ് ക്ലൗഡ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യാം ഈ പ്രൈവറ്റ് ക്ലൗഡ് ഇപ്പൊ ഹൈബ്രിഡിന്റെ അകത്ത് എന്താ സംഭവിക്കുക നമ്മൾ പറഞ്ഞു മിക്സർ ആണ്. മിക്സർ എന്ന് പറയുന്നത് പബ്ലിക്കും പ്രൈവറ്റും മിക്സർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓൺ പ്രിമൈസ് ആയിരിക്കുന്ന ഒരു മെയിൽ സെർവർ എന്ന് വിചാരിക്കാം. മെയിൽ സെർവർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇമെയിൽ സെർവർ. ഇത് എന്ത് സംഭവിക്കുന്നു ഓൺ പ്രിമിസ് ആണ്. ഓൺ പ്രിമിസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ക്ലൗഡിലാണ് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഈ മെയിൽ സെർവർ എന്ത് സംഭവിക്കും സെൻസിറ്റീവ് മെയിൽ ബോക്സിൽ ഉണ്ടായിരിക്കും ഓരോ യൂസറിന്റെ മെയിൽ ബോക്സുകൾ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും സെൻസിറ്റീവ് മെയിലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ സെൻസിറ്റീവ് മെയിലുകളെല്ലാം നമുക്ക് എവിടെ കീപ്പ് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം പ്രൈവറ്റ് ക്ലൗഡിലും കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ സെൻസിറ്റീവ് അല്ലാത്ത മെയിലുകൾ ഉണ്ടെങ്കിൽ അത് എവിടെ കീപ്പ് ചെയ്യാം തേർഡ് പാർട്ടി ലിങ്കിൽ എന്ത് ചെയ്യാം കീപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം നമുക്ക് മെയിൽ ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യാം. മെയിൽ ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓൺ പ്രിമിസിലെ എക്സൽ സെർവറിൽ എന്ത് ചെയ്യണം നമുക്ക് സെൻസിറ്റീവ് എന്ത് ചെയ്യാം മെയിൽ ബോക്സിൽ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത്ര സെൻസിറ്റീവ് അല്ലാത്ത മെയിൽ ബോക്സുകൾ ഉണ്ടെങ്കിൽ അത് എവിടെയും കീപ്പ് ചെയ്യാം പബ്ലിക് ക്ലൗഡിലും കീപ്പ് ചെയ്യാം. അപ്പൊ പബ്ലിക് ക്ലൗഡിൽ ഉപയോഗിക്കുന്ന മെയിൽ സെർവർ എന്ന് പറയുന്നത് ഓഫീസ് 365 എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ എന്ത് സംഭവിക്കുക ക്ലൗഡ് യൂസ് ചെയ്യാം. ഓഫീസ് 365 എന്നുള്ളത് ഇതിനകത്തെല്ലാം ഉണ്ട്, ഇതിനകത്ത് മെയിൽ ക്ലൗഡ് കൂടി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം മെയിൽ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ മെയിൽ ബോക്സ് നമുക്ക് എത്രയാണ് എന്ത് സൈസ് വേണ്ടത് അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് എന്ത് വേണ്ടത് മറ്റേ സ്റ്റോറേജ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മെയിൽ ബോക്സ് കീപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരുവിധം മൈക്രോസോഫ്റ്റ് അസ്യൂർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഓഫീസ് 365 എന്ത് സംഭവിക്കും ഓരോ കമ്പനിയെ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കാം എല്ലാ മെയിലുകളും എങ്ങോട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മൈഗ്രേഷൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻസ് ആരും നടത്തുന്നത് അസ്യൂർ നടത്താറുണ്ട്. അത് അവരുടെ എന്ത് ചെയ്യും റിസോഴ്സുകൾ യൂട്ടിലൈസേഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും അതിനുള്ള സെക്യൂരിറ്റിയും അങ്ങനത്തെ എന്ത് ചെയ്യും എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യും അവരെന്ത് ചെയ്യും അത് എന്ത് ചെയ്യും അസൈൻ ചെയ്തേക്കും. അപ്പൊ അതൊക്കെ അവരുടെ ബിസിനസ് എന്ത് ചെയ്യാം ഐഡിയകളാണ്. അപ്പോൾ എന്ത് ചെയ്യും സ്വന്തമായിട്ട് മെയിൽ സെർവർ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം. ഓക്കെ, എന്ത് സംഭവിക്കും നമ്മുടെ എല്ലാം നമ്മുടെ ഇൻഫോർമേഷൻ ഇവിടെ വന്നിരിക്കുന്ന ഈ മെയിൽ സെർവറിന്റെ ഓൺ പ്രിമിസിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലൗഡ് കീപ്പ് ചെയ്തിരിക്കുന്ന മെയിൽ സെർവറിന്റെ ഫുൾ മെയിൽ ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് അപ്പൊ എന്ത് സംഭവിക്കും ഇവിടെ പിന്നെ നമുക്ക് ഏതിന്റെ ആവശ്യമില്ല ഇവിടുത്തെ മെയിൽ സെർവറിന്റെ അഡ്മിനിസ്ട്രേറ്റർ നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇവിടെ സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ട ഇതിന്റെ ഈ മെയിൽ സെർവർ ഡൗൺ ആവുകയോ അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റുകയോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആ കമ്പനി ബോധേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ പബ്ലിക് ക്ലൗഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതായത് നമ്മുടെ മറ്റേ ഓൺ പ്രിമിസ് ആയിരിക്കുന്ന എന്ത് ചെയ്യാം റിസ്കുകളെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റുകളുണ്ട്. അപ്പൊ ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ടുഗദറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ, ടുഗദറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് പ്രൈവറ്റിൽ കീപ്പ് ചെയ്യുന്ന ഡാറ്റകളും അതുപോലെ തന്നെ ഹൈബ്രിഡിൽ കീപ്പ് ചെയ്യുന്ന ഡാറ്റകളും നമുക്ക് എന്ത് ചെയ്യാം കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇവർ തമ്മിൽ എന്ത് ചെയ്യാം ടുഗദറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അതൊക്കെ ഓരോ കമ്പനിയുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് സംഭവിക്കുന്നത്. ഹൈബ്രിഡ് ക്ലൗഡ് കോൺഫിഗറേഷൻ ചെയ്യണോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ക്ലൗഡ് എന്ത് ചെയ്യണം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കണോ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലസ് അതുപോലെ തന്നെ പബ്ലിക് ക്ലൗഡ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യിപ്പിക്കണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ കമ്പനിയുടെ റിക്വയർമെന്റ്സ് ആണ്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് കമ്പനികളെല്ലാം ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുവിധം എല്ലാ കമ്പനിയും ഇപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് കമ്പനികൾക്ക് എന്തുണ്ടായിരിക്കും പ്രൈവറ്റ് ക്ലൗഡ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ഡികമ്മീഷൻ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് ഒരുവിധം കമ്പനികളൊക്കെ മൂവ് ചെയ്യുക കേട്ടോ. ദെൻ ഇതൊരു പബ്ലിക് ക്ലൗഡ് പ്രൈവറ്റ് ക്ലൗഡ് ഹൈബ്രിഡ് ക്ലൗഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ തന്നെ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെയും ഓരോ പോയിന്റ്. ഓക്കെ, പ്രൈവറ്റ് ക്ലൗഡ് എന്താണ് പ്രൈവറ്റ് ക്ലൗഡ് ഓഫേർഡ് ടു സെലക്ട് യൂസേഴ്സ് ഓവർ ദ ഇന്റർനെറ്റ് ഓർ എ പ്രൈവറ്റ് ഇന്റേണൽ നെറ്റ്വർക്ക്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഔട്ട്സൈഡിൽ നിന്ന് പ്രൈവറ്റ് ക്ലൗഡ് ആക്സസ് ചെയ്യാം. ഔട്ട്സൈഡ് മീൻസ് ഇന്റർനെറ്റ്. പക്ഷെ എന്തായിരിക്കണം സെലക്റ്റഡ് യൂസർ ആയിരിക്കാം. സെലക്ട് യൂസേഴ്സ് നമ്മൾ അനുവദിക്കുന്ന യൂസേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
അല്ലെങ്കിൽ ആ കമ്പനിയുടെ യൂസർ ഔട്ട്സൈഡിൽ നിന്ന് എന്ത് ചെയ്യാം, അവരുടെ പ്രൈവറ്റ് ക്ലൗഡ് ആക്സസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്ക് ഫ്രം ഹോം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അല്ലാതെ ഒരു പബ്ലിക് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ക്ലൗഡ് ആക്സസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ പ്രൊവൈഡർ ഗ്രേറ്റ് സെക്യൂരിറ്റി കൺട്രോൾ. ഓക്കെ, പ്രൊവൈഡ്സ് ഗ്രേറ്റർ സെക്യൂരിറ്റി കൺട്രോൾ. പ്രൈവറ്റ് ക്ലൗഡ് നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതും. ഓക്കെ, ഫുൾ സെക്യൂരിറ്റി ആയിരിക്കും. നമ്മുടെ പബ്ലിക്കിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് സംഭവിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ചെയ്തതിന് തന്നെ ആയിരിക്കും നമ്മുടെ പ്രൈവറ്റ് ക്ലൗഡിനായിരിക്കും. വേറെ എക്സ്ട്രാ സെക്യൂരിറ്റി നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി സെക്യൂർ ആണ്. ഓക്കെ, എന്നാൽ പബ്ലിക് ക്ലൗഡ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ സെക്യൂരിറ്റികൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ഡാറ്റ കീപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത റിക്വയർസ് ട്രഡീഷണൽ ഡാറ്റ സെന്റർ സ്റ്റാഫിംഗ് ആൻഡ് മെയിൻ്റെനൻസ്. അതാണ് ട്രഡീഷണൽ ഡാറ്റ സെന്റർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് കമ്പനിയിൽ ഡാറ്റ സെന്റർ വെക്കുകയും അതാണ് ട്രഡീഷണൽ ഡാറ്റ സെന്റർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, സ്റ്റാഫും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ആവശ്യമാണ് കേട്ടോ. സ്റ്റാഫ് വേണം. സ്റ്റാഫ് മീൻസ് IT പ്രൊഫഷണൽ വേണം. അതുപോലെ തന്നെ മെയിൻ്റെനൻസ്, ആ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ട്രഡീഷണൽ ഡാറ്റ സെന്റർ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. വേറെ ആരും മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തില്ല, ആ കമ്പനിയുടെ എന്ത് ചെയ്യണം, അഡ്മിനാരനായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഹൈബ്രിഡ് ക്ലൗഡ്. ഹൈബ്രിഡ് ക്ലൗഡ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, മിക്സർ ആണ്. മിക്സർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കേട്ടോ. ഇവിടെ പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ്, ഷെയർഡ് സെക്യൂരിറ്റി റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓൺ പ്രിമിസ് ആയിരിക്കുന്ന, ഓൺ പ്രിമിസ് കേട്ടോ. ഓൺ പ്രിമിസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള കമ്പനി, ഓൺ പ്രിമിസ് പ്ലസ് പബ്ലിക്. അപ്പോൾ ഓൺ പ്രിമിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ക്ലൗഡ് കേട്ടോ, പ്രൈവറ്റ്. ഓക്കെ, അപ്പൊ ഇവർ തമ്മിൽ എന്ത് സംഭവിക്കും, നമുക്ക് എന്ത് ചെയ്യാം, ഇവർ തമ്മിൽ എന്ത് ചെയ്യാം, ടുഗദർ വർക്ക് ചെയ്യാം. അത് പ്രൈവറ്റും പബ്ലിക്കും തമ്മിൽ എന്ത് ചെയ്യാം, ടുഗദർ വർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി, ഷെയർഡ് സെക്യൂരിറ്റി റെസ്പോൺസിബിലിറ്റി രണ്ടുപേർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഓൺ പ്രിമിസ് എന്ന് പറയുന്നത് നമ്മളെ കമ്പനികൾക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും, പബ്ലിക് ക്ലൗഡിന് റെസ്പോൺസിബിലിറ്റി. ഇവിടുന്ന് ആക്സസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടുള്ള സെക്യൂരിറ്റി ബിൽഡ് ചെയ്യേണ്ടി വരും, ഇവിടുന്ന് ഇങ്ങോട്ട് ആക്സസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടുള്ള സെക്യൂരിറ്റി ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, VPN ഒക്കെ കോൺഫിഗറേഷൻ ചെയ്യണം, VPN നല്ല സെക്യൂർ ആവും. ഓക്കെ, അപ്പോൾ ഓൺ പ്രിമിസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ പബ്ലിക് ക്ലൗഡിനെ കണക്ട് ചെയ്യുമ്പോൾ ഓൺ പ്രിമിസിൽ നിന്നും പബ്ലിക് ക്ലൗഡിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക് ക്ലൗഡിൽ നിന്നും ഓൺ പ്രിമിസിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, സെക്യൂർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരുപാട് എന്തുണ്ട്, സെക്യൂർ ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ട് നമ്മുടെ ഇതിനകത്ത്, അസ്യൂറിനകത്ത്. ഓക്കെ, അതാണ് എന്ത്, ഒന്ന് സൈറ്റ് ടു സൈറ്റ് VPN, സൈറ്റ് ടു സൈറ്റ് VPN, അതുപോലെ തന്നെ പോയിന്റ് സൈറ്റ് VPN, PS2 എന്ന് പറയും കേട്ടോ. ഓക്കെ, പോയിന്റ് സൈറ്റ് VPN ടു പോയിന്റ് ടു സൈറ്റ് VPN. അതുപോലെ തന്നെ എക്സ്പ്രസ് റൗട്ട് എന്ന് പറയുന്ന സംഭവം, എക്സ്പ്രസ് റൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്രസ് റൗട്ട് ഏതുപോലെയാണ്, ലീസ് ലൈൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്, ലീസ് ലൈൻ പോലെ. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, മോർ സെക്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഹെൽപ്സ് മെയിൻറ്റെയിൻ ടൈറ്റർ കൺട്രോൾ ഓവർ സെൻസിറ്റീവ് ആൻഡ് ഡാറ്റ ആൻഡ് പ്രോസസ്. ഓക്കെ, അത് എന്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈവറ്റ് ക്ലൗഡിനെ അവിടുത്തെ അഡ്മിൻ തന്നെ മാനേജ് ചെയ്യണം. ഓക്കെ, ഹൈബ്രിഡിനെ അതായത് പബ്ലിക്കിനെ ആര് മാനേജ് ചെയ്യും, നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡർ മാനേജ് ചെയ്യും, അതിനെ മെയിൻറ്റെയിൻ ചെയ്യും, അതിനെ സെൻസിറ്റീവ് ഡാറ്റകളെല്ലാം കൺട്രോൾ ആയി മാനേജ് ചെയ്യും കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതാണ് ഹെൽപ്സ്, ഇവർ തമ്മിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഹെൽപ്സ് ടുഗദർ വരാം. ഹെൽപ്സ് മെയിൻറ്റെയിൻ ടൈറ്റർ കൺട്രോൾ ഓവർ സെൻസിറ്റീവ് ഡാറ്റ ആൻഡ് പ്രോസസ് കേട്ടോ. ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സെൻസിറ്റീവ് ഡാറ്റകളൊക്കെയാണ് ഏറ്റവും നല്ല കീപ്പ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ പ്രൈവറ്റ് ക്ലൗഡ് തന്നെയാണ്. ഓക്കെ, ഇത് സെൻസിറ്റീവ് ഡാറ്റകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, എവിടെ കീപ്പ് ചെയ്യാം, പബ്ലിക്കിൽ കീപ്പ് ചെയ്യാം. അപ്പൊ സ്റ്റോറേജുകൾ നമുക്ക് രണ്ട് സൈഡിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോറേജിനകത്ത് എന്ത് ചെയ്യാം, അത്രയും എന്ത് ചെയ്യാം, സെൻസിറ്റീവ് ഡാറ്റയിലേക്ക് കീപ്പ് ചെയ്യാം. അപ്പൊ മേജറായിട്ട് പബ്ലിക് ക്ലൗഡ് മേജറായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി, വെർച്വൽ മെഷീനുകൾ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേജറായിട്ട് കീപ്പിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്, ഇത് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഡാറ്റാ ബേസിലൊക്കെ എന്ത് ചെയ്യാം, പബ്ലിക് ക്ലൗഡിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ പിന്നെ ഓരോ കമ്പനിയുടെ റിക്വയർമെന്റ്സ് ആണ്. എന്നാലും പബ്ലിക് ക്ലൗഡ് പറയുന്ന വെച്ചാൽ അവർ ഹെവി സെക്യൂരിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഏതിനകത്ത് അവൈലബിൾ ആണ്, പബ്ലിക് ക്ലൗഡിൽ അവൈലബിൾ ആണ് എന്നൊരു മനസ്സിലാക്കുക കേട്ടോ. Then next public cloud. Okay, public cloud എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെച്ചേക്കെ ഈ മൂന്ന് കോൺസെപ്റ്റ് ആണ് വരുന്നത്. Offered by third party provider. Okay, public cloud മേജർ ആയിട്ടും എന്താണ്, തേർഡ് പാർട്ടി പ്രൊവൈഡർ ആണ്. ഓക്കെ, അത് ആരൊക്കെയാണ്, അസ്യൂർ, അതുപോലെ തന്നെ AWS, ഗൂഗിൾ ക്ലൗഡ്, ഓക്കെ, IBM, ഇവരൊക്കെയാണ് സംഭവിക്കുന്നത് ഇത് പബ്ലിക് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവൈലബിൾ ടു എനി വൺ ഓവർ ദ പബ്ലിക് ഇന്റർനെറ്റ്. ആർക്കും എന്ത് ചെയ്യാം, ഈ പബ്ലിക് ക്ലൗഡിനെ കോണ്ടാക്ട് ചെയ്യാം.
ഈ തേർഡ് പാർട്ടി പ്രൊവൈഡറിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ റിസോഴ്സുകൾ അതിനകത്ത് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം. അതിന് ക്യാഷ് കൊടുത്താൽ മതി, പേയ്മെന്റ് കൊടുത്താൽ മതി, യൂസേജ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് എന്ത് ചെയ്യാം നമുക്ക് കൊടുത്താൽ മതി. അതുപോലെ തന്നെ സ്കെയിൽസ് ക്വിക്ലി ആൻഡ് കൺവീനിയന്റ്. അതാ പറഞ്ഞ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽസ് ചെയ്യാം, അതേ എക്സ്പാൻഷൻ ചെയ്യാം റിസോഴ്സുകൾ. ഓക്കെ, അത് പ്രൈവറ്റ് ക്ലൗഡിനെ അപേക്ഷിച്ച് എന്ത് സംഭവിക്കും, നല്ലൊരു ഹെവി എന്താ ഒരു ആഡ് അഡ്വാൻറ്റേജ് ആണ് എന്ത്, സ്കെയിൽസ് ക്വിക്ലി ആൻഡ് കൺവീനിയന്റ്. അപ്പോൾ പ്രൈവറ്റ് ക്ലൗഡിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റത്തില്ല, അതിന് ഒരുപാട് ലിമിറ്റേഷനുകളുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇതാണ് ശരിക്കും എന്ത്, പ്രൈവറ്റ് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്, ദെൻ പബ്ലിക് ക്ലൗഡ്. അപ്പോൾ ഇത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.